PSC ഡയറിയിലേക്ക് സ്വാഗതം. വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് അല്ലെ, 5 വയസ്സുള്ള കുഞ്ഞിന്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേമിന്, അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് സലേം, ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചു അല്ലെ. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് കൃത്യമായിട്ടൊന്ന് നോക്കി മനസ്സർപ്പിച്ചൊന്ന് നോക്കി വെക്കുക, അപ്പൊ പിന്നെ പഠിക്കേണ്ടി വരത്തില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ പിക്ചറും നോക്കി വെക്കുക അല്ലെ. ഇദ്ദേഹത്തിനാണ് ആ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? മുഹമ്മദ് സലേം എന്നാണ് അല്ലെ. ഈ ചിത്രം അല്ലെ മനസ്സിൽ നിന്നും ആയില്ല. ഇനി നിങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത് ലോക ടെന്നീസ് 1-ാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച് അല്ലെ. എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. ലോക ഒന്നാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ലോക ടെന്നീസ് 1-ാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാരാണ്? നൊവാക് ജോക്കോവിച്ച്. എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിങ് 747 അല്ലെ, ബോയിങ് 747 അല്ലെ, 747 ബോയിങ് 747 സർവീസുകൾ അവസാനിപ്പിച്ചു. എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിങ് 747 സർവീസുകൾ അവസാനിപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ലിൻഡി കാമറൂൺ നിയമിതയായി അല്ലെ. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അല്ലെ, വളരെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിട്ടാണ് ലിൻഡി കാമറൂൺ നിയമിതയായിട്ടുള്ളത്. അതൊരു പ്രത്യേകതയുള്ള പോയിന്റാണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു പോയിന്റ് നോക്കുക. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്തു ലിഖിതം പാലക്കാട് ജില്ലയിൽ കണ്ടെത്തി അല്ലെ. എന്താണ്? 70 വർഷമാണ്. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം പാലക്കാട് ജില്ലയിൽ കണ്ടെത്തി. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിന് ലഭിച്ചു അല്ലെ. സജിത അനിൽ എന്താണ്? ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം അല്ലെ. ഏതാണ്? ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിന് ലഭിച്ചു. ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ്. ഓക്കെ, അപ്പോൾ ദിവ്യപ്രഭ, കനി കുസൃതി അല്ലെ. ഏതൊക്കെയാണ് നടിമാരുടെ പേര്? ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ആ സിനിമയുടെ പേരെന്താണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അല്ലെ. കാൻ ഫിലിം, എവിടെയാണ്? കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരം. ഏത് പുരസ്കാരമാണ്? പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് അല്ലെ. 30 വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിന് വേണ്ടിയിട്ട് പാം ഡിയോർ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ഏത്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ അഭിനയിച്ച മലയാളികൾ ആരൊക്കെയാണ്? ദിവ്യപ്രഭ, കനി കുസൃതി എന്നിവരാണ് അല്ലെ. അടുത്ത ഒരു പോയിന്റ് നോക്കുക. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ ഏതാണ്? ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും അല്ലെ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിലാണ് ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും അല്ലെ. അടുത്തൊരു പോയിന്റ് നോക്കുക. ഫോർബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് അല്ലെ. ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകനാണ്. നിഖിൽ കാമത്ത് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. എന്താണ്? അപ്പൊ നിഖിൽ കാമത്താണ് നിങ്ങൾ കാണുന്നത് അല്ലെ. ഫോർബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് അല്ലെ. ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകനാണ് ഇദ്ദേഹം. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇന്ത്യയുടെ 17-കാരൻ ഡി ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം അല്ലെ. എന്താണ്? കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? ഇന്ത്യയുടെ 17-കാരൻ ഡി ഗുഗേഷ് ആണ് അല്ലെ. ഇന്ത്യയുടെ 17-കാരൻ ഡി ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം അല്ലെ. ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കുക. സംഗീത സംവിധായകൻ KG ജയൻ അല്ലെ. ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, KG ജയൻ അല്ലെ. നമ്മുടെ സിനിമാ നടൻ മനോജ് കെ ജയന്റെ അച്ഛനാണ് അല്ലെ. ചലച്ചിത്ര താരം മനോജ് കെ ജയൻ മകനാണ് അല്ലെ. ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കുക. സംഗീത സംവിധായകൻ KG ജയൻ 90 വയസ്സ് അന്തരിച്ചു. ചലച്ചിത്ര താരം മനോജ് കെ ജയൻ മകനാണ്. സംഗീത ലോകത്തെ അപൂർവ ഇരട്ടകളായ ജയവിജയൻ
വിജയന്മാരിൽ ഒരാളാണ്. പത്മശ്രീ പുരസ്കാരം, സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട് അല്ലെ, നേടിയിട്ടുണ്ട്. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. 1974 ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീം അംഗമായിരുന്ന ബെന്റ് ഹോൾസൺ ബെയിൻ അന്തരിച്ചു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ബെന്റ് ഹോൾസൺ ബെയിൻ അല്ലെ. ഇദ്ദേഹത്തിന് 78 വയസ്സ്, അന്തരിച്ചു. എന്താണ്? 1974 ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീം അംഗമായിരുന്ന ബെൻ ഹോൾസൺ ബെയിൻ അന്തരിച്ചു. പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായിരുന്ന സുധീർ കക്കാർ 85 വയസ്സ്, അന്തരിച്ചു. എന്താണ്? പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായിരുന്ന സുധീർ കക്കാർ അന്തരിച്ചു അല്ലെ, സുധീർ കക്കാർ അന്തരിച്ചു. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024, സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളമെന്ന നേട്ടം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചു. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളമെന്ന നേട്ടം സ്വന്തമാക്കിയത് ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി പ്രഗ്യ മിശ്ര നിയമിതയായി അല്ലെ. എന്താണ്? നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആരാണ്? പ്രഗ്യ മിശ്രയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായി രവീന്ദ്ര ജഡേജ മാറി അല്ലെ. എന്താണ്? ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ IPL ക്രിക്കറ്റിൽ 100 ക്യാച്ച്, അതുപോലെ 100 വിക്കറ്റ്, അതുപോലെ 1000 റൺസ്. എന്തൊക്കെയാണ്? 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമാരാണ്? രവീന്ദ്ര ജഡേജ. എവിടെയാണ്? ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ IPLലാണ് ഈ നേട്ടം ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അല്ലെ. അടുത്തൊരു ഇത് നോക്കുക. ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ അല്ലെ. ഇദ്ദേഹം ഇന്ത്യൻ വംശജനാണ്, അറിയാലോ. ലോകബാങ്കിന്റെ അധ്യക്ഷനായിട്ടുള്ള അജയ് ബംഗ ഇന്ത്യൻ വംശജനാണ്. ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യനാദല്ല എന്നീ ഭാരതീയർ ഇടം പിടിച്ചു. എവിടെയാണ്? ടൈം വാരിക അല്ലെ. ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിലാണ് ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യനാദല്ല എന്നീ ഭാരതീയർ ഇടം പിടിച്ചത് അല്ലെ. അവരുടെയൊക്കെ പിക്ചർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കുക. ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റി എന്നിവർക്ക് ഈ വർഷത്തെ ലോറസ് പുരസ്കാരം ലഭിച്ചു. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് അല്ലെ. ഇപ്പൊ ഐറ്റാന ബോൺമാറ്റി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവർ അല്ലെ ബാഴ്സലോണയുടെ വനിതാ ഫുട്ബോൾ താരമാണ് ഐറ്റാന ബോൺമാറ്റി. അപ്പോൾ ആർക്കൊക്കെയാണ് ലോറസ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചും ബാഴ്സലോണയുടെ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റിക്കുമാണ് ലോറസ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയ്ക്ക് ലഭിച്ചു. മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിന് ലഭിച്ചു. അപ്പൊ ആട്ടം എന്ന സിനിമയുടെ സംവിധായകൻ ആനന്ദ് ഏകർഷി. ഇനി മറ്റു പുരസ്കാരങ്ങൾ നോക്കാം. ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ്. സിനിമ ആട്ടം. അപ്പൊ എന്താണ്? കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച സിനിമ ആട്ടം ആണ് അല്ലെ. ഇനി മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി, ആട്ടം എന്ന സിനിമയുടെ സംവിധായകൻ. മികച്ച നടൻ ചോദിച്ചാൽ അത് ബിജു മേനോനും വിജയരാഘവനുമാണ് അല്ലെ. ബിജു മേനോൻ ഗരുഡൻ എന്ന സിനിമയിലെ അഭിനയത്തിന്, വിജയരാഘവന് പൂക്കാലം എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. അപ്പൊ മികച്ച നടനായിട്ട് 2 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ബിജു മേനോനും വിജയരാഘവനും അല്ലെ. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം അല്ലെ. ചിത്രത്തിൽ ആനന്ദ് ഏകർഷി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ്. അപ്പൊ നോക്കാം. അടുത്തത് മികച്ച നടി ശിവതയാണ്. മികച്ച നടി ശിവതയുടെ ചിത്രം നിങ്ങൾക്ക് കാണാം. ഇതാണ് ശിവത എന്ന് പറയുന്നത് അല്ലെ. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ശിവതയാണ്. അതേപോലെ മികച്ച ഒരാൾ കൂടിയുണ്ട്, സറിൻ ഷിഹാബ്. ഈ സറിൻ ഷിഹാബ് ആണ് ഈ കാണുന്നത്. സറിൻ ഷിഹാബ് ആട്ടം എന്ന സിനിമയിലെ നായികയാണ്. ശിവത ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയിലെ നായികയാണ്. അപ്പോൾ നോക്കുക, മികച്ച നടൻ ആയിട്ട് 2 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് ബിജു മേനോനും 2 വിജയരാഘവനും. അതേപോലെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ശിവതയും സറിൻ ഷിഹാബുമാണ്. അടുത്ത സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസനാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ക്രിട്ടിക്സ് അവാർഡ് അല്ലെ പുരസ്കാരം ലഭിച്ച ആരാണ്? ശ്രീനിവാസനാണ്. മികച്ച ബാലതാരമായിട്ട് നഫീസ് മുത്താലിയെയും ആവണി ആവൂസിനെയും തിരഞ്ഞെടുത്തു. നഫീസ് മുത്താലി ചാമ എന്ന സിനിമയിലെ അഭിനയത്തിനും ആവണി ആവൂസിനെ കുറിഞ്ഞി എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് തിരഞ്ഞെടുത്തത്.
മികച്ച ഗാനരചയിതാവ് കെ ജയകുമാറാണ്. മികച്ച ഗാനരചയിതാവ് കെ ജയകുമാർ. അതുപോലെ സംഗീത സംവിധാനം അജയ് ജോസഫിനാണ് ലഭിച്ചത്. പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ, പിന്നണി ഗായിക മൃദുല വാര്യർ. അപ്പൊ ഇതാണ് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത്. 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം പിടിച്ചു. ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ എത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം. സുനിൽ വത്സൻ, അത് 1983 ഏകദിന ലോകകപ്പിലാണ്. അതേപോലെ എസ് ശ്രീശാന്ത്, അത് 2007 2020 ലോകകപ്പില്, 2011 ഏകദിന ലോകകപ്പ്. ഈ 2 ലോകകപ്പിലും ശ്രീശാന്ത് ഉണ്ടായിരുന്നു അല്ലെ. ഇവരാണ് മറ്റു 2 പേര്. അപ്പൊ ഒന്നുകൂടി പറയാം, 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം പിടിച്ചു. ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ എത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ. അപ്പൊ ബാക്കി 2 പേര് ആരൊക്കെയാണ്? അത് ഒരാൾ സുനിൽ വത്സനും മറ്റൊരാള് ശ്രീശാന്തുമാണ്. സുനിൽ വത്സൻ 1983 ഏകദിന ലോകകപ്പിലും, അതേപോലെ ശ്രീശാന്ത് 2007 2020 ലോകകപ്പിലും 2011 ഏകദിന ലോകകപ്പിലുമാണ് പങ്കെടുത്തിട്ടുള്ളത്. SAT ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. SAT ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. ഗാസയിലെ യുദ്ധത്തിന്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയ മാധ്യമങ്ങൾക്ക് പുലിറ്റ്സർ സമ്മാനം ലഭിച്ചു. ന്യൂയോർക്ക് ടൈംസ്, ഏതൊക്കെയാണ്? ന്യൂയോർക്ക് ടൈംസ്, റോയിട്ടേഴ്സ് എന്നീ മാധ്യമങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത് അല്ലെ. അപ്പൊ എന്താണ് റീസൺ? ഗാസയിലെ യുദ്ധത്തിന്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങളാണ് ന്യൂയോർക്ക് ടൈംസ്, റോയിട്ടേഴ്സ്. അതുകൊണ്ട് അവർക്ക് പുലിറ്റ്സർ സമ്മാനം ലഭിച്ചു. പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2024 ലോക പുസ്തക തലസ്ഥാനമായി ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തെ യുനെസ്കോ തിരഞ്ഞെടുത്തു. ഇതൊന്ന് നോട്ട് ചെയ്തോളുക. 2024 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തെ യുനെസ്കോ തിരഞ്ഞെടുത്തു. SK പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരം KP രാമനുണ്ണിക്ക് ലഭിച്ചു. KP രാമനുണ്ണിക്ക് അല്ലെ. ഹൈന്ദവം എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. അപ്പൊ എന്താണ്? SK പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? KP രാമനുണ്ണി. ഏതാണ് കൃതി? ഹൈന്ദവം എന്ന കൃതിക്ക്. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറി R രാമചന്ദ്രൻ നായർക്ക് ലഭിച്ചു അല്ലെ. സമ്മാനത്തുക നോക്കുക, 1,11,111 രൂപയാണ് അവാർഡായിട്ട് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നോക്കുക, വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? മുൻ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള R രാമചന്ദ്രൻ നായരാണ് അല്ലെ. ഇതിന്റെ സമ്മാനത്തുക എത്രയാണ്? 1,11,111 രൂപയാണ്. ജൂലൈയിൽ തുർക്കിയിൽ നടക്കുന്ന ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ മലയാളിയായ MS സാന്ദ്ര ഇടം നേടി. എന്താണ്? ജൂലൈയിൽ തുർക്കിയിൽ അല്ല, എവിടെയാണ്? തുർക്കിയിലാണ് നടക്കുന്ന ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ മലയാളിയായ MS സാന്ദ്ര ഇടം നേടി. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് നമ്മുടെ പാലക്കാട്. അപ്പൊ എന്താണ്? കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? അത് പാലക്കാട് ജില്ലയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം മുംബൈ സിറ്റിക്ക് ലഭിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ അല്ലെ, ISL സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം ലഭിച്ചത് മുംബൈ സിറ്റിക്കാണ്. ഫൈനലിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി അല്ലെ. ഫൈനലിൽ മുംബൈ സിറ്റി ആരെയാണ് പരാജയപ്പെടുത്തിയത്? മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചു. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചു അല്ലെ. സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പ്രഭാവർമ്മ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി കാമി റിത ഷെർപ്പ 29ാം തവണയാണ് എവറസ്റ്റ് കീഴടക്കുന്നത് അല്ലെ. ഇദ്ദേഹത്തിന് ഇതൊരു ഹോബിയാണ് അല്ലെ. ചുമ്മാ 29 തവണയാണ് പുള്ളി അത് കീഴടക്കിയിട്ടുള്ളത് അല്ലെ. ഏറ്റവും അധികം തവണ എവറസ്റ്റ്
ഗിന്നസ് കൊടുമുടി കീഴടക്കിയ വ്യക്തിയാണ് കാമി റിത ഷെർപ്പ. അദ്ദേഹത്തിന്റെ തന്നെ റെക്കോർഡാണ് അദ്ദേഹം തിരുത്തിക്കുറിച്ചത് 29ാം തവണ. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാങ്കസന്തുറൈ തുറമുഖം. എന്താണ്? ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാങ്കസന്തുറൈ തുറമുഖം. 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകും. അപ്പോൾ 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതായിരിക്കും? ഏത് രാജ്യമായിരിക്കും? ഇന്ത്യയായിരിക്കും. അസമിലെ ഗുവാഹത്തിയിലാണ് മത്സരങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ എവിടെയാണ്? അസമിലെ ഗുവാഹത്തിയിൽ. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം FWD-200B എന്നാണ് അതിന്റെ പേര്. അപ്പൊ എന്താണ് നോക്കുക, രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനമാണ് FWD-200B എന്ന് പറയുന്നത്. 4 പതിറ്റാണ്ടിലേറെ സിനിമ സീരിയൽ രംഗത്ത് തിളങ്ങി നിന്ന നടി കനകലത 63 വയസ്സ് അന്തരിച്ചു. 4 പതിറ്റാണ്ടിലേറെ സിനിമാ സീരിയൽ രംഗത്ത് തിളങ്ങി നിന്ന നടി കനകലത അന്തരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ ഹരികുമാർ 70 വയസ്സ് അന്തരിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ സുഹൃതമാണ് ശ്രദ്ധേയ ചിത്രം. സുഹൃതം മമ്മൂട്ടിയുടെ ആ ഒരു സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ? പ്രശസ്ത സിനിമാ സംവിധായകൻ ഹരികുമാർ 70 വയസ്സ് അന്തരിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ സുഹൃതമാണ് ശ്രദ്ധേയ ചിത്രം. പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. 1992 പുറത്തിറങ്ങിയ യോദ്ധയാണ് ശ്രദ്ധേയ ചിത്രം. എന്താണ്? പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമായ സംഗീത് ശിവൻ 65 വയസ്സ് അന്തരിച്ചു. 1992 പുറത്തിറങ്ങിയ യോദ്ധയാണ് ശ്രദ്ധേയ ചിത്രം. യോദ്ധ ഇന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയാണല്ലേ യോദ്ധ. തൃശൂർ കോർപ്പറേഷന്റെ പ്രഥമ മേയറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ജോസ് കാട്ടൂക്കാരൻ അന്തരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ പ്രഥമ മേയറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ജോസ് കാട്ടൂക്കാരൻ അന്തരിച്ചു. മുൻകാല മലയാള സിനിമാ ഗാനരചയിതാവ് GK പള്ളത്ത് P ഗോവിന്ദൻകുട്ടി എന്നാണ് പേര്. 82 വയസ്സ് അന്തരിച്ചു. മേള ആചാര്യൻ അരവിന്ദാക്ഷൻ മാരാർ 82 വയസ്സ് അന്തരിച്ചു. ടൈറ്റാനിക്, ലോർഡ് ഓഫ് ദ റിംഗ്സ് എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് നടൻ ബെർണാഡ് ഹിൽ അന്തരിച്ചു. ടൈറ്റാനിക്, ലോർഡ് ഓഫ് ദ റിംഗ്സ് എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് നടനാണ് ബെർണാഡ് ഹിൽ. 79 വയസ്സ് അന്തരിച്ചു. ആദ്യകാല നടി ബേബി ഗിരിജ 83 വയസ്സ് അന്തരിച്ചു. ആദ്യകാല നടി ബേബി ഗിരിജ 83 വയസ്സ് അന്തരിച്ചു. കാൻ പിടിച്ചെടുത്ത ഇന്ത്യൻ വനിതകൾ. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി. അപ്പോൾ എന്താണ്? പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. എന്താണ്? ഒന്ന്, ഇതിന്റെ സംവിധായക ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ അല്ലെ, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായിക എന്ന് പറയുന്നത് പായൽ കപാഡിയയാണ്. പായൽ കപാഡിയ ഇത് 77ാമത് കാൻ ചലച്ചിത്രമേളയിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിനാണ് അർഹമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് വേണമെങ്കിൽ ഒരു നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് അല്ലെ? തെറ്റിച്ചു കൊടുക്കുക. 77 എന്നുള്ളത് 76 ഒക്കെ ആക്കി ചോദിക്കാം. അപ്പോൾ ഇതങ്ങനെ നമ്മൾ പഠിക്കുക. അപ്പോൾ എന്താണ്? പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി. ഇതാണ് ഇവിടെ കൊടുക്കുന്ന വിവരം. അടുത്തൊരു പോയിന്റ് നോക്കാം. മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണ് ഈ പറയുന്ന ഗ്രാൻഡ് പ്രീ പുരസ്കാരം എന്ന് പറയുന്നത്. എന്താണ്? മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണിത് അല്ലേ? ഇനി 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ അല്ലേ? അപ്പോൾ അതൊരു പ്രത്യേകതയാണല്ലേ. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഷാജിയൻ കരുണിന്റെ സ്വമാണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ എത്ര വർഷമായിട്ടുണ്ടല്ലേ ആ സ്വം എന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങിയിട്ടല്ലേ? അപ്പോൾ നോക്കുക, 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ. ഷാജിയൻ കരുണിന്റെ സ്വമാണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ തുടർന്നുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം. പായൽ കപാഡിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അല്ലെ? അപ്പോൾ ആ സംവിധായകയുടെ പേര് നിങ്ങൾക്കറിയാലോ, പായൽ കപാഡിയ. ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി. കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ അജന്യൂ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി ഛായാഗ്രാഹകൻ സന്തോഷ് ശിവന് ലഭിച്ചിട്ടുണ്ട് അല്ലേ? ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സന്തോഷ് ശിവൻ, അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇപ്പുറത്ത് കാണാം അല്ലേ? ഈ ചിത്രത്തിൽ കാണുന്നത് സന്തോഷ് ശിവനാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കുക,
ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് സന്തോഷ് ശിവനെയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. എന്താണ്? കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി ഛായാഗ്രാഹകൻ സന്തോഷ് ശിവന് ലഭിച്ചു. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം. അടുത്ത ഒരു പോയിന്റ് നോക്കുക. ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉണ്മ അക്ഷരദക്ഷിണ പുരസ്കാരം എഴുത്തുകാരി ബി ഇന്ദിരയ്ക്ക് ലഭിച്ചു. എന്താണ്? ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉണ്മ അക്ഷരദക്ഷിണ പുരസ്കാരം എഴുത്തുകാരി ബി ഇന്ദിരയ്ക്ക്. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് കഥാകാരൻ എം മുകുന്ദന് ലഭിച്ചു. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് കഥാകാരൻ എം മുകുന്ദന് ലഭിച്ചു. മേജർ രാധിക സെന്നിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചു. അപ്പോൾ എന്താണ്? മേജർ രാധിക സെന്നിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചു. ഒന്നുകൂടി നോക്കുക. ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉണ്മ അക്ഷര ദക്ഷിണ പുരസ്കാരം എഴുത്തുകാരി ബി ഇന്ദിരയ്ക്ക് ലഭിച്ചു. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് കഥാകാരൻ എം മുകുന്ദന് ലഭിച്ചു. മേജർ രാധിക സെന്നിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചു. കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം 212 ഇനം സമുദ്രജീവികളെ കണ്ടെത്തി. അല്ലേ? അപ്പോൾ എന്താണ്? കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം 212 ഇനം സമുദ്രജീവികളെ കണ്ടെത്തി. 212. 2024 പുരുഷ IPL കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് ഇവർ തോൽപ്പിച്ചത്. ഒന്നുകൂടി പറയാം. 2024 പുരുഷ IPL കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് ഇവർ തോൽപ്പിച്ചത്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് കെയ്റോസ് എന്ന കൃതി അർഹമായി. ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എയർപൻബെക്കിന്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിക്കായൽ ഹോഫ്മാൻ ആണ്. അപ്പോൾ 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ജെന്നി എയർപൻബെക്ക്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണ്? കെയ്റോസ്. കെയ്റോസ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ജെന്നി എയർപൻബെക്ക്. ഈ കെയ്റോസ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അത് മിക്കായൽ ഹോഫ്മാൻ. അടുത്തൊരു പോയിന്റ് നോക്കാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം. വിരാട് കോഹ്ലി IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി. വിരാട് കോഹ്ലി IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം, അല്ലേ? അപ്പോൾ IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം ഏതാണ്? വിരാട് കോഹ്ലിയാണ്. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോളടിച്ചതും ഛേത്രിയാണ്. 158 മത്സരം കളിച്ച താരം 94 ഗോളടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോളടിച്ചതും ഛേത്രിയാണ്. 158 മത്സരം കളിച്ച താരം 94 ഗോളടിച്ചു. ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലാന്റ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റണിൽ കിരീടം ലഭിച്ചു. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റണിൽ കിരീടം ലഭിച്ചു. അടുത്ത ഒരു പോയിന്റ് നോക്കുക. ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയായി. അപ്പോൾ ആരാണ്? ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയായി. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനും ഇദ്ദേഹമാണ്. അടുത്തൊരു പോയിന്റ്. കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി. ആരാണ്? കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ 2ാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ്, അല്ലെ? അപ്പൊ എന്താണ്? എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ 2ാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ്. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ T20 കാറ്റഗറി 400 മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി. എന്താണ്? ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ T20 കാറ്റഗറി 400 മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി. ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധു വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി മാറി, അല്ലെ? അപ്പൊ എന്താണ്? ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധു വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി. അടുത്തൊരു പോയിന്റ് നോക്കുക. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു, അല്ലെ? അപ്പൊ എന്താണ്? ഇറാൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം റൈസി എന്നാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ
എന്നറിയപ്പെടുന്ന രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത് അന്തരിച്ചു. എന്താണ് അപ്പോൾ ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലെ. ആരാണ്? രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത്. അദ്ദേഹം അന്തരിച്ചു. മിമിക്രി കലാകാരനും സിനിമാ സീരിയൽ നടനുമായ പയ്യപ്പാടി കല്ലുവേലിപ്പറമ്പിൽ കോട്ടയം സോമരാജ് അന്തരിച്ചു. എന്നാണ്? മിമിക്രി കലാകാരനും സിനിമാ സീരിയൽ നടനുമായ പയ്യപ്പാടി കല്ലുവേലിപ്പറമ്പിൽ കോട്ടയം സോമരാജ് അന്തരിച്ചു. സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ സംഗീത നാടക അക്കാദമി അവാർഡുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മൃദംഗവാദന രംഗത്തെ ആചാര്യൻ പ്രൊഫസർ പാറശാല രവി, നാടക സംവിധായകൻ TM എബ്രഹാം, മോഹിനിയാട്ടം കലാകാരി കലാവിജയൻ എന്നിവർക്ക് 50,000 രൂപയുടെ ഫെലോഷിപ്പ് സമ്മാനിക്കും. 30,000 രൂപയുടേതാണ് മറ്റു പുരസ്കാരങ്ങൾ. 17 പേർ കലാപ്രതിഭാ പുരസ്കാരത്തിനും 22 പേർ ഗുരുപൂജ പുരസ്കാരത്തിനും അർഹരായി. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞ ആചാര്യൻ പ്രൊഫസർ പാറശാല രവി, അതുപോലെ TM എബ്രഹാം, അതുപോലെ കലാവിജയൻ എന്നിവരെയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള അടുത്ത പുരസ്കാരമുണ്ട്. കലാപ്രതിഭാ പുരസ്കാരം നേടിയവരെ ജസ്റ്റ് ഒന്ന് ഞാൻ പേര് വായിക്കാം. ഇത് കാണാതെ പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങളിത് റിപ്പീറ്റ് അടിച്ച് ജസ്റ്റ് 1-2 വട്ടം കേൾക്കുക. ഇതിൽ നിന്ന് വരുമെന്ന് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ചോദിച്ചാൽ തന്നെ ഫെലോഷിപ്പ് ആയിരിക്കും ചോദിക്കുക. എന്നാലും നിങ്ങൾ ജസ്റ്റ് കേട്ട് മനസ്സിലാക്കുക. കാണാതെ പഠിക്കുന്നത് പ്രയാസമായിരിക്കും. എന്തായാലും ഞാൻ അവരുടെ പേര് വായിക്കാം. കലാപ്രതിഭാ പുരസ്കാരം നേടിയവരാണ്: ശരത്ത് ശാസ്ത്രീയ സംഗീതത്തിനാണ്, N സമ്പത്ത് വയലിനില്, തിരുവല്ല രാധാകൃഷ്ണൻ ചെണ്ടയില്, പാഞ്ഞാൾ വേലുക്കുട്ടി ഇലത്താളം, പന്തളം ബാലൻ ലളിത സംഗീതം ആലാപനത്തിന്, നിസ അസീസി ഗായികയാണ്, സംഗീത സംവിധായികയാണ്. അതുപോലെ ശശി നീലേശ്വരം, ബാബു ആലുവ, പയ്യന്നൂർ മുരളി, രത്നാകരൻ കോഴിക്കോട് നാടകത്തിന്, കോട്ടയം രമേശ് നടനാണ്, തൃശൂർ കൃഷ്ണകുമാർ ഇടയ്ക്ക, കരിവള്ളൂർ രത്നകുമാർ ഓട്ടൻതുള്ളല്, കലാമണ്ഡലം കൃഷ്ണകുമാർ കഥകളി വേഷത്തിന്, സിത്താര ബാലകൃഷ്ണൻ മോഹിനിയാട്ടത്തിന്, ഡോക്ടർ സുമിത നായർ ഭരതനാട്യത്തിന്, കൈതാരം വിനോദ് കുമാർ കഥാപ്രസംഗത്തിന്. അപ്പൊ ഇത്രയും പേർക്കാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കലാപ്രതിഭാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത നോക്കുക, ഗുരുപൂജ പുരസ്കാരം നേടിയവരാണ്. ഇതൊന്നും ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അത് ആദ്യത്തേത് പ്രൊഫസർ തൃക്കാരിയൂർ രാജലക്ഷ്മി ശാസ്ത്രീയ സംഗീതമാണ്, ഓച്ചിറ ഭാസ്കരൻ തവില്, പരത്തുള്ളി രവീന്ദ്രൻ ഗാനരചനയ്ക്ക്, കണ്ണൂർ ബാലകൃഷ്ണൻ നൃത്തം, മരുത്തോർവട്ടം ബാബു, P സോമനാഥൻ നാഗസ്വരം, കൊല്ലം സിറാജിന് മിമിക്രിയില്, MM സൈഫുദ്ദീന് ഗിറ്റാറില്, ശശിധരൻ കോട്ടയ്ക്കൽ കഥകളി കലാകാരനാണ്. അതുപോലെ കേശവൻ കുണ്ടലയാറ് അതുപോലെ കഥകളി വേഷത്തിനാണ്. അതുപോലെ പ്രതാപ് സിംഗ് സംഗീത സംവിധായകനാണ്, N ശ്രീകാന്ത് ഗായകനാണ്, ഞെക്കാട് ശശി കഥാപ്രസംഗത്തിന്, അഭയൻ കലവൂര്, പയ്യന്നൂർ ഉണ്ണികൃഷ്ണൻ, ഭരതന്നൂർ ശാന്ത, പൗർണമി ശങ്കർ, അമ്മിണി V ചന്ദ്രാലയം, പറവൂർ അംബുജാക്ഷൻ, യവനിക ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് നാടകത്തിന്. അതുപോലെ അഞ്ചൽ ശിവാനന്ദൻ കേരള നടനം, ഹംസ വളാഞ്ചേരി ഹാർമോണിയം, ബക്കം ബോബൻ നൃത്തനാടകം എന്നിവർക്കാണ്. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 72 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്യുക, എത്ര പേരുണ്ടെന്നുള്ളത് എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 72 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന രുദ്ര M2 മിസൈൽ ഒറീസ തീരത്ത് നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, ഈ രുദ്ര M2 എന്നുള്ളൊരു പേര് നിങ്ങൾ ഈ നിങ്ങളുടെ മിസൈലിലേക്ക് നോക്കാണ്ട, രുദ്ര M2 ഇത് മനസ്സിലേക്ക് പതിപ്പിക്കുക. രുദ്ര M2 ഇത് എന്താണ് സാധനം, അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊരു മിസൈൽ അല്ലെ. ഇതിന്റെ പ്രത്യേകത എന്താണ്? വായുവിൽ നിന്ന് കരയിലേക്കാണ്, എയർ ടു സർഫസ് ആണ്. വായുവിൽ നിന്ന് കരയിലേക്കാണ് ഇത് തൊടുക്കാൻ പറ്റുന്നത്. വായുവിൽ നിന്ന് കരയിലേക്ക് എയർ ടു സർഫസ് മിസൈലാണ് രുദ്ര M എന്ന് പറയുന്നത്. ഇതൊരു മിസൈലാണ് രുദ്ര M2 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും ഓർത്തിരിക്കണം. അപ്പം നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കി അതിൻ്റെ ആ ഒരു ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കുക. രുദ്ര M 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രമാണ് കൈമിറ. ഇതൊന്ന് നോട്ട് ചെയ്തോളുക. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ചിത്രത്തിന്റെ പേരാണ് കൈമിറ. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദിനേശ് കാർത്തിക് രാജ്യാന്തര ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അല്ലെ, DK ദിനേശ് കാർത്തിക്. അപ്പോൾ ദിനേശ് കാർത്തിക് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാണ്, ബാറ്ററാണ്. ദിനേശ് കാർത്തിക് രാജ്യാന്തര ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്ത്. നാസയുടെ ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിൽ, ഇതൊന്ന് നോട്ട് ചെയ്യണം, നാസയുടേതാണ് ബോയിങ് സ്റ്റാർ ലൈനർ
പേടകത്തിലാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണ്. അതും ഒരു നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണിത്. അപ്പൊ എന്താണ്, ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ്. അത് നമുക്കറിയാം അല്ലെ. ആ സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്ത് പോയിരിക്കുകയാണ് നാസയുടെ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ. ഏതാണ്? നാസയുടെ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ളത്. സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലെ. സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണ്. ക്ലോഡിയ ഷെയ്ൻബോം സ്വതന്ത്ര മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ. അപ്പോൾ എവിടുത്തെയാണ്? മെക്സിക്കോയുടേതാണ്. രാജ്യം നോക്കുക, മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ആര്? ക്ലോഡിയ ഷെൻബോം അല്ലെ. നിങ്ങളെ കാണുന്നുണ്ട്, ക്ലോഡിയ ഷെൻബോം. അപ്പൊ എന്താണ് പ്രത്യേകത? മെക്സിക്കോയ്ക്ക് 200 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ പ്രസിഡന്റ് വന്നിരിക്കുകയാണ് അല്ലെ. അവരുടെ പേരാണ് ക്ലോഡിയ ഷെൻബോം അല്ലെ. ക്ലോഡിയ ഷെൻബോം. കേരളത്തിൽ വേരുകളുള്ള പ്രമുഖ നിയമ പണ്ഡിത കാരിസിമ മാത്തൻ ടോറന്റോയിലെ ഉന്നത നീതിന്യായ കോടതിയിൽ നിയമിതയായി. അപ്പൊ എന്താണ്? കേരളത്തിൽ വേരുകളുള്ള പ്രമുഖ നിയമ പണ്ഡിതയാണ് കാരിസിമ മാത്തൻ അല്ലെ. കാരിസിമ മാത്തൻ എന്താണ്? ടോറന്റോയിലെ ഉന്നത നീതിന്യായ കോടതിയിൽ നിയമിതയായിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 2023 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം സൗപർണിക അവതരിപ്പിച്ച മണികർണിക മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നാടകത്തിന് 50,000 രൂപ പുരസ്കാരമായി ലഭിക്കും. അടുത്തത് ചൈനയുടെ ചാങ് E6. ഇതോ നോട്ട് ചെയ്യണം. ചാങ് E6 പേടകം ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തുന്ന ആദ്യ രാജ്യമാകും ചൈന. അപ്പൊ അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. എന്താണ്? ചൈനയുടെ ചാങ് E6. അത് നോട്ട് ചെയ്യണം കേട്ടോ. എന്താണ് അതിന്റെ പേടകത്തിന്റെ പേര്? ചാങ് E6 എന്നാണ്. പേടകം ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തുന്ന ആദ്യ രാജ്യമാകും ചൈന. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൾ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനമായ അഗ്നിബാൺ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി പരീക്ഷണ വിക്ഷേപണം നടത്തി. ഒന്നുകൂടെ നോക്കുക. ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് അഗ്നികുൾ കോസ്മോസ് എന്ന് പറയുന്നത്. അവർ വികസിപ്പിച്ച വിക്ഷേപണ വാഹനമാണ് അഗ്നിബാൺ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി പരീക്ഷണ വിക്ഷേപണം നടത്തി. ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ചു അല്ലെ. ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചു. വിജയകരമായി പരീക്ഷിച്ചു. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസിനാണ് അല്ലെ. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയതാരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. അതേപോലെ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗാ സ്വിയാറ്റെക് ആണ്. അപ്പൊ നോക്കുക, ഫ്രഞ്ച് ഓപ്പണില് പുരുഷ കിരീടം കാർലോസ് അൽക്കാരസിനും 2024 വനിതാ കിരീടം നേടിയത് ഇഗാ സ്വിയാറ്റെക്കുമാണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസില് US-ന്റെ കൊക്കോ ഗാഫ് കാതറീന സിനിയാക്കോവ സഖ്യത്തിന് കിരീടം ലഭിച്ചു. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ വനിതാ ഡബിൾസിൽ ആരൊക്കെയാണ്? വനിതാ ഡബിൾസിൽ US-ന്റെ കൊക്കോ ഗാഫും കാതറീന സിനിയാക്കോവയും സഖ്യത്തിനാണ് കിരീടം ലഭിച്ചിട്ടുള്ളത്. മെക്സിക്കോയിലാണ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം സ്ഥിരീകരിച്ചത്. ഈ പക്ഷിപ്പനിയുടെ ഒരു വകഭേദമാണ് H5N2 അല്ലെ. അപ്പൊ മെക്സിക്കോയിൽ ഒരു പക്ഷിപ്പനി ബാധിച്ച് ഒരു ആദ്യ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ പക്ഷിപ്പനിയുടെ വകഭേദം ഏതാണ്? H5N2. വിഖ്യാത സരോദുവാദകൻ പണ്ഡിറ്റ് രാജീവ് താരാനാഥ് വിടവാങ്ങി. ജി അരവിന്ദന്റെ കാഞ്ചനസീത, ഒരിടത്ത്, പോക്കുവയിൽ, MDയുടെ കടവ് തുടങ്ങിയ ലോകശ്രദ്ധ നേടിയ മലയാള ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് പണ്ഡിറ്റ് താരാനാഥ് ആയിരുന്നു അല്ലെ. അപ്പൊ എന്താണ്? വിഖ്യാത സരോദുവാദകൻ പണ്ഡിറ്റ് രാജീവ് താരാനാഥ് വിടവാങ്ങി. ജി അരവിന്ദന്റെ കാഞ്ചനസീത, ഒരിടത്ത്, പോക്കുവയില്, MDയുടെ കടവ് തുടങ്ങിയ ലോകശ്രദ്ധ നേടിയ മലയാള ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് പണ്ഡിറ്റ് താരാനാഥ് ആയിരുന്നു. രാജ്യത്തെ വന്യജീവി സംരക്ഷണ രംഗത്ത് അമൂല്യ സംഭാവന നൽകിയ പ്രമുഖ വന്യജീവി ശാസ്ത്രജ്ഞൻ അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് അന്തരിച്ചു. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് അന്തരിച്ചു അല്ലെ. എന്താണ്? രാജ്യത്തെ വന്യജീവി സംരക്ഷണ രംഗത്ത് അമൂല്യ സംഭാവന നൽകിയ പ്രമുഖ വന്യജീവി ശാസ്ത്രജ്ഞനാണ് അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് അന്തരിച്ചു. തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലിമയും പത്നിയും വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അപ്പൊ എന്താണ്? തെക്കു കിഴക്കൻ ആഫ്രിക്കൻ
ആഫ്രിക്കൻ രാജ്യമായ മലാവി അല്ലെ, മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലിമയും പത്നിയും വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. റാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനായ റാമോജി റാവു അന്തരിച്ചു അല്ലെ, റാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനായ റാമോജി റാവു അന്തരിച്ചു. ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വില്യം ആൻഡേഴ്സ് അന്തരിച്ചു. ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വില്യം ആൻഡേഴ്സ് അന്തരിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ പ്ലേലിസ്റ്റ് PSC ബുള്ളറ്റിൻ CA 2024 എന്നുള്ള പ്ലേലിസ്റ്റ് സന്ദർശിച്ചാൽ ഒത്തിരി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്